ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ 5th എക്സസൈസിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിവിഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. 0.4 ഡിവൈഡഡ് ബൈ 2. 0.4 നമുക്ക് 4/10 എന്ന് എഴുതാം അല്ലേ. ഒരു ഡെസിമൽ പ്ലേസ് ആണല്ലോ ഉള്ളത്, അതിന് നമുക്ക് 4/10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ആണ്. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 4/10 ഇൻറ്റു ഈ 2/1 ആണല്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 1/2 ആയിരിക്കും. ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 ഇൻറ്റു 1 ഈസ് 4, 10 ഇൻറ്റു 2 ഈസ് 20. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. 4-ൽ 2 ടൈംസ്, 2-ൽ 2 1 10 ഈ 0 എഴുതാം. ഇപ്പോൾ 2/10 ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രാക്ഷനിലുള്ള ആൻസർ ആയിട്ട് തന്നെ എഴുതാനാണെങ്കിൽ 2ഉം 10ഉം കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് 1/5 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഡെസിമൽ ആയിട്ടാണല്ലോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഡെസിമലായി തന്നെ ആൻസർ കൊടുക്കാം. 2/10ന് ഡെസിമൽസ് ആയിട്ട് എഴുതാനായിട്ട് എന്താ ചെയ്യേണ്ടത്, 10 അല്ലേ. 10 ആകുമ്പോൾ ഡെസിമലിന് ശേഷം ഒരു നമ്പർ കൊടുക്കണം. അപ്പോൾ 0.2 ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 0.35 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 0.35 നമ്മൾ 35 എന്ന് എഴുതിയിട്ട് ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 100 എഴുതി കൊടുക്കാം. ഡിവൈഡഡ് ബൈ 5/1 എന്ന് എഴുതാം. ഇനി റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 35/100 ഇൻറ്റു 5/1ൻ്റെ റെസിപ്രോക്കൽ 1/5 ഈക്വൽസ് ടു ഈ 5ഉം 35ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 35-ൽ 5 7 ടൈംസ്, 5-ൽ 5 1 ടൈം. 7 ഇൻറ്റു 1 ഈസ് 7/100. 7/100 എന്ന് പറയുമ്പോൾ 0.07. ഇവിടെ 2 zeros ആണുള്ളത്, 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 0.07 എന്നായി. അടുത്തത് 2.48 ഡിവൈഡഡ് ബൈ 4. ഇത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 248 എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് 100 ആണ്. ഡിവൈഡഡ് ബൈ 4/1. 248/100 ഇൻറ്റു 4/1ൻ്റെ റെസിപ്രോക്കൽ 1/4. ഇനി നമുക്ക് 248ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 24-ൽ 4 6 ടൈംസ്, 8-ൽ 4 2 ടൈംസ്, 4-ൽ 4 1 ടൈം. 62 ഇൻറ്റു 1 62/100 ഇൻറ്റു 1 100. ഇവിടെ നമുക്ക് 2 ഈവൻ നമ്പറാണ്. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ടാണെങ്കിൽ ഇത് വീണ്ടും കട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് ഡെസിമൽ ആയിട്ടുള്ളൊരു ആൻസറാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ 62 ഇങ്ങോട്ട് എഴുതി. ഡിവൈഡഡ് ബൈ 100 ആണ്, അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. 1 2 ഇവിടെ കൗണ്ട് ചെയ്തു, ഇവിടെ ഡോട്ട് കൊടുത്തു, ഇവിടെ നമുക്കൊരു 0 കൊടുക്കാം. 0.62 ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65.4 ഡിവൈഡഡ് ബൈ 6. 65.4 നമുക്ക് 654/10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 6/1. 654 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 6/1ൻ്റെ റെസിപ്രോക്കൽ 1/6 ആണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. 6-ൽ 6 1 ടൈം, 5-ൽ 6 ഇല്ല, അപ്പോൾ 0 കൊടുക്കാം. 54-ൽ 6 9 ടൈംസ്, 109 കിട്ടും. 6-ൽ 6 1 ടൈം. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 109 ഇൻറ്റു 1 ഈസ് 109/10. ഇനി ഡെസിമലായിട്ടുള്ള ആൻസർ കൊടുക്കാം. 109 എഴുതി, ഒരു ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ വേണ്ടത്. 10 ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെ കൊടുക്കാം. 10.9 ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 651.2 ഡിവൈഡഡ് ബൈ 4. 6512/10 എന്നെഴുതാം. ഡിവൈഡഡ് ബൈ 4/1. ഇനി നമുക്ക് റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം.
6512 by 10 ഇൻറ്റു 4/1ൻ്റെ റെസിപ്രോക്കൽ 1/4. നമുക്കിത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. 6ൽ 4 1 ടൈം 2 ബാലൻസ്, 25ൽ 4 6 ടൈംസ് 1 ബാലൻസ്, 11ൽ 4 2 ടൈംസ് 3 ബാലൻസ്, 32ൽ 4 8 ടൈംസ്, 4ൽ 4 1 ടൈം. അപ്പോൾ നമുക്ക് 1628 ഇൻറ്റു 1 ഈസ് 1628 ബൈ 10 ഇൻറ്റു 1 ഈസ് 10. ഇനി ഡെസിമൽ ആയിട്ടുള്ള ആൻസർ എഴുതാം. നമുക്ക് 1628 ഇവിടെ എഴുതാം. ഡിവൈഡഡ് ബൈ 10 ആകുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആണ് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ കൂട്ടുകാരെ? ഇനി അടുത്തത് ചെയ്യാം. 14.49 ഡിവൈഡഡ് ബൈ 7. ഇത് നമുക്ക് 1449 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. 7/1. ഇനി റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 1449 ബൈ 100 ഇൻറ്റു 1/7. 1449ഉം 7ഉം കൂടെ കട്ട് ചെയ്യാം. 14ൽ 7 2 ടൈംസ്, 4ൽ 7 ഇല്ല, അപ്പോൾ 0 കൊടുക്കാം. 49ൽ 7 7 ടൈംസ്, 7ൽ 7 1 ടൈം. 207 ഇൻറ്റു 1 ഈസ് 207 ബൈ 100 ഇൻറ്റു 1 ഈസ് 100. ഡെസിമൽ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാം. നമുക്ക് 207 എഴുതി 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. 1 2 ഇവിടെ കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3.96 ഡിവൈഡഡ് ബൈ 4. ഇത് നമുക്ക് 396 ഡിവൈഡഡ് ബൈ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അപ്പോൾ 100 കൊടുക്കാം. ഡിവൈഡഡ് ബൈ 4/1. ഇനി നമുക്ക് റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 396 ബൈ 100 ഇൻറ്റു 4/1ൻ്റെ റെസിപ്രോക്കൽ 1/4. ഇനി നമുക്ക് 396ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 3ൽ 4 ഇല്ല, 39ൽ 4 9 ടൈംസ്, ബാലൻസ് 3, 36ൽ 4 9 ടൈംസ്, 4ൽ 4 1 ടൈം. 99 ഇൻറ്റു 1 99 ബൈ 100 ഇൻറ്റു 1 ഈസ് 100. ഡെസിമൽ ആയിട്ടുള്ള ആൻസർ എഴുതാം. 99 എഴുതി. ഇനി 2 ഡെസിമൽ പ്ലേസ് ആണ് കൊടുക്കേണ്ടത്, അതിവിടെ കൊടുക്കാം. 0.99 എന്നാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.80 ഡിവൈഡഡ് ബൈ 5. 0.80 നമുക്ക് 80/100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 5/1. റെസിപ്രോക്കൽ എഴുതാം. 80/100 ഇൻറ്റു 5/1ൻ്റെ റെസിപ്രോക്കൽ 1/5. ഇനി നമുക്ക് 80യും 5ഉം കൂടെ കട്ട് ചെയ്യാം. 8ൽ 5 1 ടൈം 3 ബാലൻസ്, 30ൽ 5 6 ടൈംസ്, 5ൽ 5 1 ടൈം. 16 ഇൻറ്റു 1 ഈസ് 16/100. ഇതിൻ്റെ ഡെസിമൽസ് ഉള്ള ആൻസർ 16 എഴുതി 2 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. 1 2 എന്നിട്ട് 0.16 എന്ന നമ്മുടെ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം ഇൻട്രൊഡക്ഷനിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും ഡിവിഷൻ തന്നെയാണ്. ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4.8 ഡിവൈഡഡ് ബൈ 10. നമുക്ക് 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു പ്ലേസ് കൂടെ മാറ്റി ഡെസിമൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 4.8നെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി ഈ ഡെസിമൽ ഇങ്ങോട്ടിട്ട് കൊടുക്കണം. അപ്പോൾ എന്താവും? 0.48 എന്നാവും. ഇവിടെ ആയിരുന്നല്ലോ ഡെസിമൽ പോയിന്റ് ഉണ്ടായിരുന്നത്, അത് നമ്മളെടുത്ത് ഇങ്ങോട്ട് ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി. 4.8 എന്നത് 0.48 എന്നായി മാറി. ഈസി അല്ലേ കൂട്ടുകാരെ? ഇനി അടുത്തത് 52.5 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എന്താ വേണ്ടത്? ഈ ഒരു പോയിന്റ് ഒരൊറ്റ പ്ലേസ് മാറ്റി ഇങ്ങോട്ടിട്ട് കൊടുക്കണം. 5.25 എന്ന് കിട്ടും. അടുത്തത് നോക്കാം. 0.7 ഡിവൈഡഡ് ബൈ 10.
അപ്പോൾ 0.7ൻ്റെ ഈ ഡെസിമല് ലെഫ്റ്റിലോട്ട് ഒരു പ്ലേസ് മാറ്റണം. അപ്പോൾ 0.07 എന്നായി മാറും. ഇനി അടുത്തത് 33.1 ഡിവൈഡഡ് ബൈ 10. ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 3.31 എന്നാവും അല്ലേ. ഇനി അടുത്തത് നോക്കാം. 272.23 ഡിവൈഡഡ് ബൈ 10. ഈ ഡെസിമൽ ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 27.223. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 0.56 ഡിവൈഡഡ് ബൈ 10. ഈ ഡെസിമൽ ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് 0.056 എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് 3.97 ഡിവൈഡഡ് ബൈ 10. ഈ ഡെസിമൽ പോയിന്റ് ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് വരുന്നു. അപ്പോൾ 0.397 എന്ന് കിട്ടും. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡെസിമൽസ് ഉള്ള ഒരു നമ്പർ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പ്ലേസ് റൈറ്റിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് 2.1ൻ്റെ ഈ ഡെസിമൽസ് ഇങ്ങോട്ടാണ്, റൈറ്റിലോട്ടാണ് മാറുന്നത്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 21 എന്നായിരിക്കും. ഡിവൈഡ് ചെയ്യാനാവുമ്പോൾ 2.1 ഡിവൈഡഡ് ബൈ 10 ആവുമ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഡെസിമൽ മാറുന്നത്, ഇങ്ങോട്ട്. അപ്പോൾ ആൻസർ 0.21 എന്നായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എങ്ങനെയാണ് 100 ആയിട്ടും 1000 ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നതെന്ന്. എത്ര സീറോസ് ഉണ്ടോ അത്രയും പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഫസ്റ്റ് വൺ 2.7 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ 2.7 ഇവിടെ എഴുതി. ഈ ഡെസിമൽ നമുക്ക് 2 പ്ലേസ് ഇങ്ങോട്ട് വരണം. ഇവിടെ ഒരു 0 കൊടുത്ത് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുമ്പോഴാണ് ഡിവൈഡഡ് ബൈ 100 ആകുന്നത്. അതായത് നമ്മുടെ ആൻസർ 0.027 എന്നായി. അപ്പോൾ ഇവിടെ അത് എഴുതാം 0.027. ഈ ഡെസിമലിന് നമ്മൾ 2 പ്ലേസ് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു. ഇനി അടുത്ത ചെയ്ത് നോക്കാം. കൂടുതൽ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ എല്ലാം മാറിക്കിട്ടും കേട്ടോ. 0.3 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഡെസിമൽ പ്ലേസ് കൂടെ വേണം അല്ലേ. 3 ഉണ്ട്, പിന്നെ 2 പ്ലേസും കൂടെ വേണം. അപ്പോൾ നമുക്ക് 2 സീറോസ് എഴുതി ഇവിടെ ഡെസിമൽ ഇട്ട് കൊടുക്കാം. 0.003. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നോക്കാം. ഈസി അല്ലേ കൂട്ടുകാരെ? 0.78 ഡിവൈഡഡ് ബൈ 100. എങ്ങനെ എഴുതേണ്ടത്? ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഓൾറെഡി ഉണ്ട്, 2 കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് 0.0078 എന്ന് എഴുതാം. അടുത്തതോ 432.6 ഡിവൈഡഡ് ബൈ 100. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്, നമ്മുടെ ഈ 2 കൂടെ അതിന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 4.326 എന്നായി മാറും. ഇനി അടുത്തത് നോക്കാം. 23.6 ഡിവൈഡഡ് ബൈ 100. ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, 2 കൂടെ കൊടുക്കണം. അപ്പോൾ 0.236. മനസ്സിലായോ? ഇനി അടുത്തത് 98.53 ഡിവൈഡഡ് ബൈ 100. 2 ഡെസിമൽ പ്ലേസ് ഓൾറെഡി ഉണ്ട്, 2 കൂടെ കൊടുക്കണം. അപ്പോൾ 0.9853 എന്നായി. ഇത്ര ഈസിയാണ് 100 ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ ഈസിയാണ് 1000 ആയാലും 10,000 ആയാലും ഒക്കെ എത്ര സീറോസ് ഉണ്ടോ അത്രയും പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനു മുന്നേ നമ്മൾ 10 ആയിട്ടും 100 ആയിട്ടുള്ളൊക്കെ ഡിവിഷൻ ചെയ്തു. അതൊക്കെ ചെയ്ത സെയിം റൂൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. 7.9 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 10 ആയിട്ടുള്ള ഡിവിഷൻ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ പ്ലേസ് ആണ് മാറ്റിയത്. അപ്പോൾ 7.9 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോൾ നമ്മൾ ഈ ഡെസിമൽ ഇങ്ങോട്ട് മാറ്റി ഇതിനെ നമ്മൾ 0.79 എന്ന് എഴുതി അല്ലേ. 7.9 ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് 2 പ്ലേസ് മാറ്റണം. അതായത് 0.079 എന്നാവും. ഇവിടെ ഒരു പ്ലേസ് ഓൾറെഡി ഉണ്ടായിരുന്നു, 2 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി. അങ്ങനെയാണ് ചെയ്തത്.
അപ്പോൾ 7.9 ഡിവൈഡഡ് ബൈ 1000 ആണെങ്കിലോ 3 ഡെസിമൽ പ്ലേസ് കൂടെ കൊടുക്കണം അല്ലേ. ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞാണ് ഡെസിമൽ ഉള്ളത്. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ട് 3 പ്ലേസ് കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താവും? 0.0079 എന്നാവും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം. 7.9 ഡിവൈഡഡ് ബൈ 1000 ഇവിടെ ഇപ്പോൾ ചെയ്തല്ലോ ഓൾറെഡി. 0.0079. ഇനി അടുത്തത് നോക്കാം. 26.3 ഡിവൈഡഡ് ബൈ 1000. ഇവിടെ നമുക്ക് ഒരു ഡെസിമൽ പ്ലേസ് മാറിയാണ് ഡോട്ട് ഉള്ളത്. ഇനി നമുക്ക് 3 പ്ലേസ് കൂടെ ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0.0263 എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കാം. നമുക്ക് 38.53 ഡിവൈഡഡ് ബൈ 1000. 3 പ്ലേസ് മാറി ഡോട്ട് കൊടുക്കണം. ഇവിടെ 2 പ്ലേസേ ഉള്ളൂ. നമ്മളൊരു 0 കൂടി കൊടുക്കണം. അപ്പോൾ 0.03853 എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് 128.9 ഡിവൈഡഡ് ബൈ 1000. ഈ ഡെസിമൽ പോയിന്റ് 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി കൊടുക്കണം. അപ്പോൾ 0.1289 ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 0.5 ഡിവൈഡഡ് ബൈ 1000. ഈസി അല്ലേ കൂട്ടുകാരെ? ഈ ഡെസിമൽ ലെഫ്റ്റിലോട്ട് 3 പ്ലേസ് കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ 0.0005 ഇതാണ് കേട്ടോ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും ഡിവിഷൻ തന്നെയാണ്. നമുക്കിത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 ഡിവൈഡഡ് ബൈ 3.5 ആണ്. ഇത് നമുക്ക് 7 ഡിവൈഡഡ് ബൈ 35/10 എന്ന് എഴുതാം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അപ്പോൾ ആ ഡെസിമൽ കളഞ്ഞിട്ട് ബൈ 10 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7 × 10/35 എന്ന് കിട്ടി. ഈ 7നെയും 35നെയും കൂടി കട്ട് ചെയ്യാം. 7ൽ 7 1 ടൈം. 7 × 5 is 35. അപ്പോൾ നമുക്ക് 10/5 എന്ന ആൻസർ കിട്ടും. ഈ 10/5നെ വീണ്ടും നമുക്ക് 5 ആയിട്ട് കട്ട് ചെയ്യാം. 10ൽ 5 2 ടൈംസ്. 5ൽ 5 1 ടൈം. അപ്പോൾ 2/1 ആണ് കിട്ടുന്നത്. 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെ. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് 36 ഡിവൈഡഡ് ബൈ 0.2. ഇത് നമുക്ക് 36 ഡിവൈഡഡ് ബൈ 2/10 എന്ന് എഴുതാം. ഇവിടെയും ഒരു ഡെസിമൽ പ്ലേസ് തന്നെയുള്ളൂ. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 10 എന്നായത്. ഇനി നമുക്ക് ഈ 2/10ൻ്റെ റെസിപ്രോക്കലായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 36 × 2/10ൻ്റെ റെസിപ്രോക്കൽ 10/2. ഇനി ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം നമുക്ക്. 3ൽ 2 1 ടൈം 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്. 2ൽ 2 1 ടൈം. 18 × 10 എന്ന് പറയുമ്പോൾ 18 എഴുതി ഒരു 0 കൊടുത്താൽ മതി അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3.25 ഡിവൈഡഡ് ബൈ 0.5. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 325/100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 0.5 5/10 എന്ന് എഴുതാം. ഇനി 5/10ൻ്റെ റെസിപ്രോക്കലായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 325/100 ഇൻറ്റു 5/10ൻ്റെ റെസിപ്രോക്കൽ 10/5. ഇനി നമുക്ക് ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. പിന്നെ ഈ 5ഉം ഈ 325ഉം കൂടെ കട്ട് ചെയ്യാം. 3ൽ 5 ഇല്ല. 32ൽ 5 6 ടൈംസ്. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. 5ൽ 5 1 ടൈം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 65/10 എന്നാണ്. 65/10 എന്ന് പറയുമ്പോൾ 6.5 അല്ലേ? ഇവിടെ 10 ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെസിമൽ പ്ലേസ് കൊടുത്തു. അത്ര തന്നെ. ഇനി അടുത്തതായിട്ട് 30.94 ഡിവൈഡഡ് ബൈ 0.7. ഇത് നമുക്ക് 3094/100 എന്ന് എഴുതാം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അതുകൊണ്ടാണ് 100 വന്നത്. ഡിവൈഡഡ് ബൈ 0.7 7/10 എന്ന് എഴുതാം. ഇനി 7/10ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം.
3094 divided by 100 into 7/10ൻ്റെ റെസിപ്രോക്കൽ 10/7. ഇനി നമുക്ക് ഇവിടെ ഈ സീറോയും കട്ട് ചെയ്യാം. ഇനി ഈ 7ഉം 3094ഉം കൂടെ കട്ട് ചെയ്യാം. 30ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 4 × 7 28 ആണ്. അപ്പോൾ 4 ഇവിടെ എഴുതാം. 2 ബാലൻസ്. അപ്പോൾ നമുക്ക് 29 കിട്ടി. 29ലും 4 7s ആണ്. അപ്പോൾ 4 എഴുതി. 1 ബാലൻസ്. 14ൽ 7 2 ടൈംസ്. 7ൽ 7 1 ടൈം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 442 ഡിവൈഡഡ് ബൈ 10 × 1 10 തന്നെ. ഇനി 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഡെസിമൽ പ്ലേസ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 442 എഴുതിയിട്ട് ഒരു ഡെസിമൽ പ്ലേസ് കൊടുക്കാം. 44.2 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് 0.5 ഡിവൈഡഡ് ബൈ 0.25. ഇത് നമുക്ക് 5/10 ഡിവൈഡഡ് ബൈ 25/100 എന്ന് എഴുതാം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ബൈ 10 എന്ന് എഴുതി. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി. ഇനി 25/100ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 5/10 ഇൻറ്റു 100/25. ഈ സീറോയും കട്ട് ചെയ്യാം. ഈ 5ഉം 25ഉം കൂടെ കട്ട് ചെയ്യാം. 5ൽ 5 1 ടൈംസ്. 25ൽ 5 5 ടൈംസ്. 10/5 എന്ന് എഴുതാം. 1 × 10 is 10. 1 × 5 is 5. ഇനി 10ഉം 5ഉം കൂടെ കട്ട് ചെയ്യാം നമുക്ക്. 10ൽ 5 2 ടൈംസ്. 5ൽ 5 1 ടൈം. 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് 7.75 ഡിവൈഡഡ് ബൈ 0.25. 7.75 നമുക്ക് 775/100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 0.25 നമുക്ക് 25/100 എന്ന് എഴുതാം. ഈക്വൽസ് ടു ഈ 25/100ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 775 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 25/100ൻ്റെ റെസിപ്രോക്കൽ 100/25. ഇനി നമുക്ക് ഈ 100ഉം ഈ 100ഉം കട്ട് ചെയ്യാം. ഇത് രണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക്. 7ൽ 5 1 ടൈം 2 ബാലൻസ്. 27ൽ 5 5 ടൈംസ് 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. ഈ 25ൽ 5 5 ടൈംസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 155 ആണ്. മേലെ ഡിനോമിനേറ്റർ 5. ഇനി ഇത് വീണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാലോ. 15ൽ 5 3 ടൈംസ്. 5ൽ 5 1 ടൈം. 5ൽ 5 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 31/1 എന്ന് പറയുമ്പോൾ 31 തന്നെ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ കട്ടിങ് എല്ലാം ചെയ്യുന്നതെന്ന്. ഇനി അടുത്തതായിട്ട് 76.5 ഡിവൈഡഡ് ബൈ 0.15. 76.5 നമുക്ക് 765/10 ഡിവൈഡഡ് ബൈ 0.15 15/100 എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് 15/100ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 765/10 ഇൻറ്റു 15/100ൻ്റെ റെസിപ്രോക്കൽ 100/15. ഈ സീറോയും കട്ട് ചെയ്യാം. ഇത് രണ്ടും 5 ആയിട്ട് കട്ട് ചെയ്യാം. 7ൽ 5 1 ടൈം 2 ബാലൻസ്. 26ൽ 5 5 ടൈംസ് 1 ബാലൻസ്. 15ൽ 5 3 ടൈംസ്. ഈ 15ൽ 5 3 ടൈംസ്. 153 ഇൻറ്റു 10 ഇങ്ങോട്ട് എഴുതാം. 1530 1530/3. ഇനി നമുക്കിത് 3 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 5 is 6. 6 + 3 is 9. 9 + 0 is 9. 9 3യുടെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. 15ൽ 3 5 ടൈംസ്. 3ൽ 3 1 ടൈം. ഈ 0 ഇങ്ങോട്ട് എഴുതാം. 3ൽ 3 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 510 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 37.8 ഡിവൈഡഡ് ബൈ 1.4. 37.8 നമുക്ക് 378/10 എന്നെഴുതാം. ഡിവൈഡഡ് ബൈ 1.4 14/10 എന്നെഴുതാം. ഇനി 14/10ൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം.
378/10 ഇൻറ്റു 10/14. ഈ രണ്ട് 10ഉം കട്ട് ചെയ്യാം. ഇനി ഇത് രണ്ടും നമുക്ക് ആദ്യം 2 ആയിട്ട് കട്ട് ചെയ്യാം. 3ൽ 2 1 ടൈം 1 ബാലൻസ്, 17ൽ 2 8 ടൈംസ് 1 ബാലൻസ്, 18ൽ 2 9 ടൈംസ്, 14ൽ 2 7 ടൈംസ്. ഇപ്പോൾ നമുക്ക് 189/7. ഇനി ഇത് നമുക്ക് 7 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 18ൽ 7 2 ടൈംസ്, 2 7s are 14. അപ്പോൾ 4 ബാലൻസ് ഉണ്ട്. 49 ആയി ഇവിടെ. 49ൽ 7 ടൈംസ്, ഈ 7ൽ 7 1 ടൈം. അപ്പോൾ നമുക്ക് 27/1 എന്ന് കിട്ടി. അത് 27 തന്നെയാണ് അല്ലേ. നമ്മുടെ ആൻസർ 27. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.73 ഡിവൈഡഡ് ബൈ 1.3. ഇത് നമുക്ക് 273/100 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1.3 നമുക്ക് 13.10 എന്ന് എഴുതാം. 13/10ൻ്റെ റെസിപ്രോക്കൽ എഴുതി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 273/100 ഇൻറ്റു 13/10ൻ്റെ റെസിപ്രോക്കൽ 10/30. ഇനി നമുക്ക് ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. പിന്നെ ഈ 10ഉം 273യും കൂടി കോമൺ ആയിട്ട് ഒന്നുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 13ഉം 273യും കൂടി കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 27ൽ 13 2 ടൈംസ്, 2 13s are 26. അപ്പോൾ 2 എഴുതാം. 1 ബാലൻസ്, 13ൽ 13 1 ടൈം, ഇവിടെ 13ൽ 13 1 ടൈം. ഇപ്പോൾ നമുക്ക് 21/10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 21/10 എന്ന് പറയുമ്പോൾ 2.1 അല്ലേ. മനസ്സിലായില്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ഇത് ശരിക്കും വായിച്ച് നോക്കുക. അത് മനസ്സിലാക്കിയ ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ എഴുതാം. എ വെഹിക്കിൾ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 43.2 kilometers in 2.4 liters of petrol. How much distance will it cover in 1 liter of petrol? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വെഹിക്കിള് 2.4 liters ഓഫ് പെട്രോൾ യൂസ് ചെയ്തിട്ട് 23.2 kilometer ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 liter ഓഫ് പെട്രോളിന് എത്ര കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 2.4 kilometers ഓഫ് പെട്രോൾ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. 43.2 kilometers. Therefore, distance covered in 1 liter of petrol എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? 43.2 kilometers divided by 2.4 ചെയ്യാം. 43.2 divided by 2.4 kilometers. നമുക്കിതിൽ ഡെസിമൽസ് എല്ലാം മാറ്റി എഴുതാം. 432/10 divided by 24/10 എന്ന് എഴുതാം. ഇനി നമുക്ക് 24/10ൻ്റെ റെസിപ്രോക്കൽ എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 432/10 ഇൻറ്റു 10/24. ഈ 10ഉം ഈ 10ഉം കട്ട് ചെയ്യാം. ഇനി 432ഉം 24ഉം നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. 4ൽ 2 2 ടൈംസ്, 3ൽ 2 1 ടൈം 1 ബാലൻസ്, 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. നമുക്ക് 216/12 എന്ന് കിട്ടി. ഇനി ഇത് വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം. 2ൽ 2 1 ടൈം, 1ൽ 2 ഇല്ല 0 എഴുതാം. 16ൽ 2 8 ടൈംസ്, 12ൽ 2 6 ടൈംസ്. ഇപ്പോൾ 108/6 എന്നാണ് കിട്ടിയിട്ടുള്ളത്. വീണ്ടും കട്ട് ചെയ്യാം. 10ൽ 2 5 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 6ൽ 2 3 ടൈംസ്. 54/3 എന്ന് കിട്ടി. ഇത് നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 5 + 4 9 ആണല്ലോ. 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 5ൽ 3 1 ടൈം 2 ബാലൻസ്, 24ൽ 3 8 ടൈംസ്, 3ൽ 3 1 ടൈം. ഇപ്പോൾ നമ്മുടെ ആൻസർ 18 എന്നാണ്. അതായത് 18 kilometers. Distance covered in 1 liter of petrol is 18 kilometers. This is the required solution. പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം.
പിന്നെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.